ക്ലാസ് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആണ്. അതിലെ സെക്കൻഡ് ചാപ്റ്റർ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അതുകൂടി കാണുക. അതിൽ നമ്മൾ ഏത് പാർട്ടാ പറഞ്ഞു നിർത്തിയത്? പ്ലെയിൻ മിറർ വരെയാണ് പഠിച്ചത് അല്ലേ? എന്താണ് പ്ലെയിൻ മിറർ? എ മിറർ വിത്ത് എ പ്ലെയിൻ സർഫസ് ഈസ് കോൾഡ് പ്ലെയിൻ മിറർ. പ്ലെയിൻ സർഫസോട് കൂടിയ മിററിനെയാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. പ്ലെയിൻ സർഫസ് എന്ന് വെച്ചാൽ എന്താ? നിരപ്പായ സർഫസ് അല്ലേ? അകത്തേക്കോ പുറത്തേക്കോ വളവൊന്നും ഇല്ലാതെ പ്ലെയിൻ സർഫസോട് കൂടിയ മിറർ. പ്ലെയിൻ മിററിലാണ് നമ്മൾ മുഖം നോക്കുന്നത്. നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന മിറർ പ്ലെയിൻ മിറർ ആണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത്, ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ലൈറ്റ് ഫോളിംഗ് ഓൺ എ സർഫസ് വുഡ് ഗെറ്റ് റിഫ്ലക്റ്റഡ്. ഒരു സർഫസിൽ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഡിറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഏത് ഡിറക്ഷനിലോട്ടാണ് ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? അതിനുവേണ്ടി നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. എന്താണ് എയിം? ആദ്യം ഒരു എക്സ്പെരിമെന്റിൽ എയിമാണ് എഴുതാൻ. ടു ഫൈൻഡ് ഔട്ട് ദ ലൈറ്റ് ഫോൾസ് ഓൺ എ സർഫസ് റിഫ്ലക്റ്റഡ് ടു ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരു സർഫസിൽ ലൈറ്റ് വന്ന് പതിച്ചാൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എയിം എഴുതി, ടു ഫൈൻഡ് ഔട്ട് ദ ലൈറ്റ് ഫോൾസ് ഓൺ എ സർഫസ് റിഫ്ലക്റ്റഡ് ടു ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിനുവേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാ? മെറ്റീരിയൽസ് റിക്വയർഡ്: ടേബിൾ, ടോർച്ച്, മിറർ, ഡാർക്ക് റൂം. മനസ്സിലായല്ലോ? ടേബിൾ വേണം, ടോർച്ച്, മിറർ, പിന്നെ ഡാർക്ക് റൂമിലാണ് നമ്മൾ ആ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അതിനുള്ള പ്രൊസീജിയർ എങ്ങനെയാ? പുട്ട് ദ ടേബിൾ ഓൺ ദ ഡാർക്ക് റൂം, പ്ലേസ് ദ മിറർ ഓൺ ദ ടേബിൾ, ലൈറ്റ് ദ ടോർച്ച് ഇൻ ടു ദ മിറർ. എന്താണ്? ഡാർക്ക് റൂമിൽ ടേബിൾ ഇടുക, അത് കഴിഞ്ഞ് എന്താണ്, ടേബിളിൽ മിറർ വയ്ക്കുക, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, മിററിലോട്ട് ലൈറ്റ്, ടോർച്ചിലെ ലൈറ്റ് പതിപ്പിക്കുക. ഒബ്സർവേഷൻ, നമുക്ക് എന്ത് കാണാൻ കഴിയും? വി ക്യാൻ സീ ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ടു ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ മിററിലോട്ട് ലൈറ്റ് അടിച്ചപ്പോൾ ആ ലൈറ്റ് ആ പതിഞ്ഞ മിററിൽ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തത്. മിററിൽ പതിച്ച ലൈറ്റ് അത് അവിടെ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് റിഫ്ലക്റ്റ് ചെയ്തു. ഇതിൽ നിന്നും എന്താ മനസ്സിലായത്? അതാണ് നമ്മൾ ഇൻഫറൻസ് ആയിട്ട് എഴുതുന്നത്, മനസ്സിലാക്കിയ കാര്യം. ഇഫ് ദ ലൈറ്റ് ഫോൾസ് ഓൺ ദ സർഫസ് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ടു ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരു സർഫസിൽ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിന്റെ പിക്ചർ നമുക്ക് വരയ്ക്കാം. മിററിൽ ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് പതിക്കുന്നതും അവിടെ നിന്ന് ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതുമായ ഒരു പിക്ചർ നമുക്ക് വരയ്ക്കാം. കണ്ടല്ലോ പിക്ചർ? ആ പിക്ചറിൽ എന്താ കാണുന്നത്? ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് റേസ് മിററിൽ പതിക്കുന്നു, അവിടെ നിന്നും ആ ലൈറ്റ് റേസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെ മിററിൽ വന്ന് പതിച്ച ലൈറ്റ് റേസിനെ ഇൻസിഡന്റ് റേ എന്ന് പറയും. എന്താണ്? ഒരു സർഫസിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് റേസിനെ ഇൻസിഡന്റ് റേ എന്നും, അവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേസിനെ റിഫ്ലക്റ്റഡ് റേ എന്നും പറയും. മനസ്സിലായല്ലോ? എന്താണ് ഇൻസിഡന്റ് റേ? ദ റേ ഫോളിംഗ് ഓൺ ദ മിറർ ഈസ് കോൾഡ് ഇൻസിഡന്റ് റേ. മിററിൽ വന്ന് പതിച്ച റേ ആണ് ഇൻസിഡന്റ് റേ. റിഫ്ലക്റ്റഡ് റേ എന്താണ്? ദ റേ റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ. മിററിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് പോയ റേസ് ആണ് റിഫ്ലക്റ്റഡ് റേസ്. നോർമൽ എന്താ? നിങ്ങൾ ഈ പിക്ചർ നോക്കൂ. എന്താണ്? പ്ലെയിൻ മിറർ, താഴെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. പ്ലെയിൻ മിറർ ആണ്, അല്ലെങ്കിൽ ലൈറ്റ് വന്ന് പതിക്കുന്ന സർഫസ്. ആ പ്ലെയിൻ മിററിൽ ലൈറ്റ് റേസ് വന്ന് പതിക്കുന്നതിനെ ഇൻസിഡന്റ് റേ എന്ന് പറയും അല്ലേ? അവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേ ആണ് റിഫ്ലക്റ്റഡ് റേ. ഈ ഇൻസിഡന്റ് റേ വന്ന് പതിച്ച പോയിന്റിലെ പ്ലെയിൻ മിററിൽ, ആ ഇൻസിഡന്റ് റേ വന്ന് പതിച്ച പോയിന്റിൽ നിന്നും മുകളിലോട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. അതായത് ഈ പ്ലെയിൻ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് നോർമൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇൻസിഡന്റ് റേ പ്ലെയിൻ മിററിൽ വന്ന് പതിച്ചു, ആ പോയിന്റിൽ നിന്നും മുകളിലോട്ട് വരയ്ക്കുന്ന ലൈൻ പ്ലെയിൻ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് നോർമൽ. മനസ്സിലായല്ലോ? അപ്പൊ എന്ത് പറയാം? ദ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ ഇൻസിഡന്റ് റേ വന്ന് പതിക്കുന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് ദ നോർമൽ. അപ്പോൾ അവിടെ രണ്ട് ആംഗിൾസ് ഉണ്ടാകില്ലേ? അതായത്
ഇൻസിഡന്റ് റേ നോർമൽ ലൈനുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസും തിരിച്ച് റിഫ്ലക്റ്റഡ് റേ ആ നോർമൽ ലൈനുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. അപ്പോൾ എന്ത് പറയാം? ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നിങ്ങൾ ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാകും. ഇൻസിഡന്റ് റേ വന്ന് പതിച്ചപ്പോൾ ആ നോർമൽ എന്ന ഡോട്ടഡ് ലൈനാണ് നോർമൽ ലൈൻ. അവിടെ ആ രണ്ടിന് ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. തിരിച്ച് റിഫ്ലക്റ്റഡ് റേ, റിഫ്ലക്റ്റ് ചെയ്ത് പോയ റേ ആ നോർമൽ ലൈനുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. മനസ്സിലായല്ലോ? അപ്പൊ എന്തൊക്കെ മനസ്സിലായി? ഇൻസിഡന്റ് റേ എന്താണെന്ന് മനസ്സിലായി, റിഫ്ലക്റ്റഡ് റേ എന്താണെന്ന് മനസ്സിലായി, നോർമൽ എന്താണെന്ന് മനസ്സിലായി. പിന്നെയോ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും മനസ്സിലായി. അപ്പോൾ ഒന്നുകൂടി പറയാം. വാട്ട് ഈസ് ഇൻസിഡന്റ് റേ? ദ റേ ഫോളിംഗ് ഓൺ ദ മിറർ ഈസ് കോൾഡ് ഇൻസിഡന്റ് റേ. വാട്ട് ഈസ് റിഫ്ലക്റ്റഡ് റേ? ദ റേ റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ ഈസ് കോൾഡ് റിഫ്ലക്റ്റഡ് റേ. നോർമൽ എന്താ? ദ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് ദ നോർമൽ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താ? ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താ? The angle between the normal and the reflected ray is the angle of reflection. അടുത്തൊരു എക്സ്പെരിമെന്റ് ആണ്. റൈറ്റ് ആൻ എക്സ്പെരിമെന്റ് ടു ഷോ ഹൗ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിററിൽ ലൈറ്റ് എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് കാണിക്കാനുള്ള എക്സ്പെരിമെന്റ് ആണ്. അതിൽ നമ്മുടെ എയിം എന്താ? ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ when a ray of light falls on a plain mirror. പ്ലെയിൻ മിററിൽ ലൈറ്റ് റേസ് വന്ന് പതിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസ് ഇല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. അവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ലൈറ്റ് റേസ് വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോന്ന്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും പിന്നെ തിരിച്ച് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തമ്മിൽ. അതാണ് നമ്മുടെ എയിം. മെറ്റീരിയൽസ് റിക്വയർഡ്. എന്തൊക്കെ മെറ്റീരിയൽസാ വേണ്ടത്? എ ട്രാൻസ്പാരന്റ് വെസൽ, എ സ്മോൾ പ്ലെയിൻ മിറർ, വാട്ടർ, പ്രൊട്രാക്ടർ കട്ട് ഔട്ട് ഫ്രം എ ചാർട്ട് പേപ്പർ, സോപ്പ് സൊല്യൂഷൻ, ലേസർ, ടോർച്ച്. ട്രാൻസ്പാരന്റ് വെസൽ. ട്രാൻസ്പാരന്റ് എന്ന് വെച്ചാൽ എന്താ? പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് ട്രാൻസ്പാരന്റ് എന്ന് പറയുന്നത്. എ സ്മോൾ പ്ലെയിൻ മിറർ, ഒരു ചെറിയ പ്ലെയിൻ മിറർ വേണം. വാട്ടർ, പിന്നെ എന്താണ്? ഒരു ചാർട്ട് പേപ്പറിൽ പ്രൊട്രാക്ടറിന്റെ ഷേപ്പ് വരച്ച് ആംഗിൾസ് ഒക്കെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുത്തത്. പ്രൊട്രാക്ടർ കട്ട് ഔട്ട് ഫ്രം എ ചാർട്ട് പേപ്പർ. പിന്നെ സോപ്പ് സൊല്യൂഷൻ, സോപ്പ് ലായനി, ലേസർ, ടോർച്ചും എടുക്കണം. ഇനി എന്താ പ്രൊസീജിയർ? ഫിക്സ് എ സ്മോൾ മിറർ ഓൺ എനി വൺ ഓഫ് ദ ഇന്നർ സൈഡ്സ് ഓഫ് എ ട്രാൻസ്പാരന്റ് വെസൽ. ട്രാൻസ്പാരന്റ് വെസലിന്റെ ഇന്നർ സൈഡിൽ വെക്കുക. കട്ട് ഔട്ട് ദ ഷേപ്പ് ഓഫ് എ പ്രൊട്രാക്ടർ ഓൺ എ ചാർട്ട് പേപ്പർ ആൻഡ് മാർക്ക് ദ ആംഗിൾസ്. എന്താണ്? ഒരു ചാർട്ട് പേപ്പറിൽ പ്രൊട്രാക്ടറിന്റെ ഷേപ്പ് വരച്ച് ആംഗിൾസ് ഒക്കെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക. പ്ലേസ് ദ വെസൽ ഓൺ ദ ചാർട്ട് പേപ്പർ. ഈ ചാർട്ട് പേപ്പറിൽ ഈ വെസൽ വെക്കുക. ടേക്ക് വാട്ടർ ഇൻ ദ വെസൽ. വെസലിൽ വെള്ളം എടുക്കുക. ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് സോപ്പ് സൊല്യൂഷൻ ടു ഇറ്റ്. ഇതിലേക്ക് കുറച്ച് സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. എന്തിനാണിത്? ദിസ് ഈസ് ടു സീ ദ പാത്ത് ഓഫ് ലൈറ്റ് ക്ലിയർലി. ലൈറ്റിന്റെ പാത്ത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ്. കീപ് ദ ലേസർ ടോർച്ച് അറ്റ് ഡിഫറെന്റ് ആംഗിൾസ് ആൻഡ് സെൻഡ് ലൈറ്റ് ടു ദ മിറർ. എന്താണ്? ഡിഫറെന്റ് ആംഗിൾസിൽ ലേസർ ടോർച്ച് വെച്ചിട്ട് മിററിലോട്ട് ലൈറ്റ് സെൻഡ് ചെയ്യുക. നോട്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അത് കഴിഞ്ഞ് മിററിലോട്ട് പതിച്ച റേസിന്റെ ആംഗിളും തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വന്ന റേസിന്റെ ആംഗിളും നമ്മൾ നോട്ട് ചെയ്യണം. അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. The angle of incidence and the angle of reflection can be determined by observing the arranged paper protractor. എന്താണ്? നമ്മളൊരു കട്ടൗട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ പ്രൊട്രാക്ടറിന്റെ, അതിൽ നിന്നും നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ ഒബ്സർവ് ചെയ്ത ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്താണ്? നമ്മളൊരു ടേബിളിൽ എഴുതുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസും എഴുതി അപ്പോൾ ഉണ്ടായ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ടേബിളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും.
അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. അതാണ് ഇൻഫറൻസ് ആയിട്ട് എഴുതേണ്ടത്. നമുക്ക് മനസ്സിലായ കാര്യം ഇൻഫറൻസ് ആക്കി എഴുതണം. എന്താണ് ഇൻഫറൻസ്? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം, ഒരു പ്ലെയിൻ മിററിന്റെ സർഫസിൽ ലൈറ്റ് റേസ് വന്ന് പതിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഈ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കിയ കാര്യം. നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റിന്റെ പിക്ചറും വരയ്ക്കാം. എന്താണ്? ട്രാൻസ്പാരന്റ് വെസൽ പ്രൊട്രാക്ടർ കട്ടൗട്ടിൽ വെച്ചിരിക്കുന്ന പിക്ചറാണ് വരയ്ക്കേണ്ടത്. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. ഇനി പറയുന്നത്, നമ്മളൊരു പ്ലെയിൻ മിററിന്റെ മുന്നിൽ പോയിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യുക. മിററിലെ ഇമേജിന്റെ റൈറ്റ് ഹാൻഡ് റൈസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്, അല്ലെ? നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തിയപ്പോൾ ആ ഇമേജ്, നമ്മുടെ ഇമേജ് മിററിൽ കൂടി കാണുന്നുണ്ടല്ലോ, അതിന്റെ റൈറ്റ് ഹാൻഡ് ആണ് ഉയർന്നിരിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് താഴ്ത്തി, അടുത്ത് റൈറ്റ് ഹാൻഡ് റൈസ് ചെയ്തു. ആ ഇമേജിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തതായിട്ട് നമുക്ക് തോന്നും. കാരണം എന്താ? ആ പ്ലെയിൻ മിററിൽ അങ്ങനെയാണ്. എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആയിട്ട് തോന്നും, റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് തോന്നും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആയിട്ടും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡുമായിട്ടാണ് പ്ലെയിൻ മിററിലെ ഇമേജിൽ കാണുന്നത്. ദിസ് ഫിനോമിനൺ ഈസ് നോൺ ആസ് ലാറ്ററൽ ഇൻവേർഷൻ. എന്താണ്? ലാറ്ററൽ ഇൻവേർഷൻ. What is lateral inversion? In a plane mirror, our right side appear left and the left side appear right in the image. Such a shift of the lateral sides of the images in the opposite direction is called lateral inversion. മനസ്സിലായല്ലോ? പ്ലെയിൻ മിററിൽ നമ്മുടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് ആയിട്ടും ലെഫ്റ്റ് സൈഡ് റൈറ്റ് ആയിട്ടും കാണും. അങ്ങനെ ലാറ്ററൽ സൈഡ്സ് ഓഫ് ദ ഇമേജസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഇമേജിന്റെ ലാറ്ററൽ സൈഡിൽ വരുന്ന ഈ ഷിഫ്റ്റിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ചന്ദ്രബോസ് ഈ ഡേഞ്ചർ ഡാനിയുടെ കസ്റ്റഡിയിലുണ്ട്. വിട്ടുകിട്ടണമെങ്കിൽ 1 കോടി രൂപയുമായി പഴയ കടൽ പാലത്തിന്റെ അടുത്തെത്തണം.